ഇർഷാദ്, ഇത് ആദ്യമായിട്ടല്ല കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ചില മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ മനോരമയിൽ തിരുപ്പങ്കോട് മുരളി എഴുതിയ ലേഖനത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഇത് ചർച്ചയാക്കുന്നത്. പക്ഷേ 2021 എം സ്വരാജ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമ്പോൾ ഇത് വ്യാപകമായിട്ട് പ്രചരണം നടത്തിയിരുന്നു. അതുകൂടാണ്ട് ഈ സമീപകാലത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന നിലമ്പൂർ ഇലക്ഷനിലും അദ്ദേഹത്തിനെതിരെ കൃത്യമായ രീതിയിൽ പ്രതിപക്ഷം ഉപയോഗിച്ച ഒരു ആരോപണമാണിത്. അന്നു മുതൽ തന്നെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞത്, മനോരമയിൽ അദ്ദേഹത്തിന് മരണമടഞ്ഞ് 12 മണിക്കൂർ പോലും അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ മനോരമയിൽ ഈ പെരുപ്പങ്കോട് മുരളി എഴുതിയ ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വരാജിൻ്റെ പേരില്ല എങ്കിലും സ്വരാജ് ആണെന്നുള്ള ധ്വനിയിൽ അതിനകത്ത് വ്യക്തതയോടുകൂടി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അത് നിഷാദ് പറഞ്ഞ പോലെ തന്നെ ഒരു യുവാവാണ്, യുവ നേതാവാണ് അദ്ദേഹം. അതിനുശേഷം പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് വേഗം കടന്നു കയറിക്കൊന്നു. MLA എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരാൾ എം സ്വരാജേ ഉള്ളൂ. അതിനു മുമ്പ് സ്വരാജിനെ ഈ രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ. അതിൻ്റെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, ഒറ്റ ഇതാണ്. ഈ പെരുപ്പങ്കോട് മുരളി എന്ന് പറയുന്ന ഈ ബഹുമാനപ്പെട്ട വ്യക്തി VS അച്യുതാനന്ദന് മരണമടയുന്നതിന് മുമ്പ് ഇങ്ങനെ ആരോപണമായിട്ട് വന്നിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് സാക്ഷാൽ VSനോട് ചെയ്യുന്ന അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു സ്വഭാവവ്യക്തിയായിട്ട് അത് കാണാൻ പറ്റുന്നില്ല. കാരണം VS ഒരു വേദിയിൽ ഈ സ്വരാജിൻ്റെ സാന്നിധ്യം തന്നെ പറഞ്ഞുകൊണ്ട്, ഞാൻ സ്വരാജിനെ ഉദ്ദേശിച്ചല്ല ഈ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വരാജ് തന്നെ ഈ അഭിമുഖത്തിൽ അദ്ദേഹം മരണമടയുന്നതിന് മുമ്പ് പല അഭിമുഖത്തിലും അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. ആരും വന്ന് അതിനെ തെറ്റാണെന്നോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് തിരുത്തലുമായിട്ട് ആരും വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇന്നിപ്പം ബഹുമാനപ്പെട്ട സുരേഷ് കുറുപ്പ് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളാണ്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം പാർട്ടിയിൽ ഇപ്പോൾ നിലവിലുള്ള സജീവ പ്രവർത്തകനാണത്. അദ്ദേഹത്തെ എഴുതിയിരിക്കുന്നതിനകത്ത് സ്വരാജിനെ അല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പെൺകുട്ടി VSനോട് മോശമായി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അത് നൊന്താണ് അദ്ദേഹം സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ സ്വരാജിനെ അവിടെ നിർത്തി. ഇനിയിപ്പോൾ സ്വരാജ് ഇതിനകത്ത് വരികയാണല്ല. പക്ഷേ സ്വരാജിന് വരാവുന്ന രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആഘാതങ്ങൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കേരളം ഒട്ടുക്ക് അദ്ദേഹത്തെ സംശയിച്ചുകൊണ്ട് പല ആളുകളും നോക്കിക്കണ്ടു. പ്രത്യേകിച്ച് രണ്ട് തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം പരാജയപ്പെടാനുള്ള കാരണങ്ങളായിട്ട് പോലും അതിനെ വ്യാഖ്യാനിക്കപ്പെടാം. എന്തിനാണ് അതിൻ്റെ ലക്ഷ്യം എന്താ? അപ്പം CPM ഉയർന്നു വരുന്ന നേതൃത്വങ്ങളെ, ചെറുപ്പക്കാരെ, യുവാക്കളായ നേതൃത്വത്തിൽ വരുന്നവരെ, കഴിവ് തെളിയിച്ചവരെ സ്വരാജിന്റെ കാര്യത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ മുഴുവൻ അസാധുവായിരിക്കുന്നു. അത് ഉന്നയിച്ചവർ തന്നെ പിൻവലിച്ച് ഇപ്പോൾ പുതിയ ആളിലേക്ക് ചാരുന്നു എന്ന നിലയ്ക്ക് പറയാൻ സമയമായിട്ടില്ല. സ്വരാജുമായി ബന്ധപ്പെട്ട സംഗതി തിരുവനന്തപുരം സമ്മേളനത്തിലാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ VS അച്യുതാനന്ദനെ ആക്ഷേപിക്കാനുള്ള വേദികളാക്കി സമ്മേളനങ്ങളെല്ലാം മാറ്റിയെന്ന് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ്. അവിടെയാണ് VS അച്യുതാനന്ദൻ മറുപടി പറയുന്നത്. മാധ്യമ വാർത്തകൾ വന്നതിന് ശേഷം VS പൊതുവായി മറുപടി പറയുന്നുണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വിമർശനത്തിന്. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന നിലയെടുത്ത് ആരാണ്? VS തന്നെയുമാണ്. അതിനപ്പുറം ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്ന് വെളിപ്പെടുത്തി വന്നത് ഇപ്പോൾ പെരുപ്പൻകോടാണെങ്കിലും VS തന്നെയും അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിലൂടെ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന ആരോപണത്തെ, അത് ഉണ്ടായി എന്ന വാദത്തെ അദ്ദേഹം സാധൂകരിക്കുന്നുണ്ട്. ഒന്ന്. രണ്ട്, ആലപ്പുഴ സമ്മേളനവും അതിനുശേഷം VSനെ തെറി പറയാനുള്ള ഒരു വേദികയാക്കി മാറ്റി എന്നതും വേറൊരാൾ കൂടി പറയുകയാണ്. രണ്ടിടത്തും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെയുള്ള കാര്യം. അതായത് ഒന്ന് വ്യാജമാണെന്ന് തെളിഞ്ഞു എന്ന് പറയാനൊക്കെ ഒന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാം. കാരണം നിഷാദ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് മാതൃഭൂമിയും പത്രത്തിൽ സുരേഷ് കുറുപ്പിൻ്റെ ലേഖനം വന്നതിന് ശേഷം പെരുപ്പങ്കോട് മുരളി ഒരു മാധ്യമം വിളിച്ചു ചോദിച്ചു പറഞ്ഞു, ഞാൻ സ്വരാജിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അതാണ് അവരുടെ ലക്ഷ്യം. വളരെ വ്യക്തമായി കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം തന്നെ നിഷേധിക്കുക. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനൊരു ഈ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ കേരളം ഏറ്റവും കൂടുതൽ തേങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഒരു വ്യക്തി 101ാമത്തെ വയസ്സിൽ മരിച്ചു കിടക്കുമ്പോൾ നിമിഷനേരം കൊണ്ട് മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെ തന്നെ ആ ലേഖനം വന്നത് എങ്ങനെയാ? അപ്പോൾ അതിൻ്റെ അജണ്ട എന്താ? വളരെ വ്യക്തമല്ലേ? ഇന്നിപ്പോൾ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു യുവതിനെ സുരേഷ് കുമാർ സാറിന് എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? ഞാനത് മുഴുവൻ വായിച്ച മാതൃഭൂമി രാവിലെ തന്നെ വായിച്ചു. അതിനകത്ത് അദ്ദേഹം ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നു. അത് ആരാണെന്ന് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനാണ്. ആലപ്പുഴ സമ്മേളനം VSനെ ആക്ഷേപിക്കാനാണ് പരമാവധി സമയം ചെലവാക്കിയത് എന്നത് ആർക്കാ മനസ്സിലാവാത്തേ? എന്തിനാ VS ഒരു സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? ആദ്യമായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോവാണ് സമ്മേളനത്തിൽ നിന്ന്. തിരികെ കൊണ്ടുവരാൻ ദേശീയ നേതൃത്വം നടത്തിയ ഇടപെടൽ പോലും വിജയിച്ചില്ല. കാരണം അദ്ദേഹത്തിന് അത്ര നൊന്തു. അതിനകത്ത് നടന്ന പരിപാടികൾ മുഴുവൻ VS വിമർശനവും ആക്ഷേപവുമായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ സമ്മേളനത്തിന്റെ അവസാനം പൊതുസമ്മേളനത്തിൽ പിണറായി വിജയൻ പ്രസംഗിക്കുന്നത്. VS അച്യുതാനന്ദന് പുന്നപ്ര വയലാറുമായി ബന്ധപ്പെട്ടും പിന്നീടുള്ള സമരങ്ങളിലും അദ്ദേഹത്തിന്റെ കാലിൽ പോലീസ് ബാനറ്റ് കുത്തി കയറ്റിയെന്ന കാര്യം അദ്ദേഹം എല്ലാ അഭിമുഖങ്ങളിലും പറയുന്നതാണ്. അതിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അന്നത്തെ പിണറായി വിജയൻ. ആരുടെയെങ്കിലും കാലിൽ എന്തെങ്കിലും കമ്പ് കൊണ്ടു എന്നതൊന്നും അല്ല മഹത്തായ ത്യാഗം, അതിനേക്കാൾ വലിയ ത്യാഗങ്ങൾ പാർട്ടിക്ക് വേണ്ടി വേറെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞങ്ങോട്ട് VS വിമർശനത്തിന്റെ ഒരു തുടർച്ച തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കാണാം. അത് ആ സമ്മേളനത്തിനകത്ത് നടന്നതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതറിയാത്ത ആരാ ഉള്ളത്? അപ്പോൾ അവിടെ അങ്ങനെ ഒന്നുമേ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ ഈ ആരോടായി പറയുന്നത്?